എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഭൂതലത്തിൽ അന്ധകാരം നീക്ക, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപ്പടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. കഴിഞ്ഞ മാസം എനിക്കൊരു വയറുവേദന ഉണ്ടായി. വയറുവേദനയെങ്കിലും ഭയങ്കരമായ വയറുവേദനയും പനിയും വിറയലും ദേഹമൊക്കെ നീരും കയറി എണീറ്റ് നടന്നാൽ കുഴഞ്ഞു വീഴുന്ന അവസ്ഥ. അടുത്തുള്ള 2-3 ആശുപത്രികളിലൊക്കെ പോയി മരുന്നുകൾ വാങ്ങിച്ചു, ഒരു കുറവും കിട്ടിയില്ല. അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ടെസ്റ്റുകളെല്ലാം നടത്തി, ഇവിടെ നിന്ന് സ്കാനിങ് എടുത്തു. അപ്പോൾ പറയുന്നു ന്യൂട്രസിൽ മുഴയാണെന്ന് പറഞ്ഞു. ഉടനെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലാതെ മരുന്നും ഗുളിയും കഴിച്ചാൽ മാറില്ല എന്ന് പറഞ്ഞു. അവിടെ അത് നടത്തുകയില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വേദനയോടുകൂടി കണ്ണീരോടുകൂടി സിസ്റ്ററെ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അത്ഭുതം പ്രവർത്തിക്കും, മുഴയെ കർത്താവ് എടുത്തു മാറ്റും, നിങ്ങൾക്ക് ഓപ്പറേഷൻ വരികയില്ല, ധൈര്യപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ ശരീരത്ത് വേദനയുള്ള ഭാഗത്തു നിന്നും വലിച്ചെടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അവിടെ നിന്ന് വേറെ ആശുപത്രിയിലേക്ക് ഓപ്പറേഷത്തിനായി പോകുവാൻ എഴുതിയൊക്കെ തന്നു. കൊണ്ട് നമ്മൾ ആശുപത്രിയിൽ പോയി. അവിടെ ടെസ്റ്റുകൾ നടത്തിയപ്പോൾ നിങ്ങൾക്ക് മുഴയില്ല, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ദൈവകൃപ വ്യാപരിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിപ്പേ. വാ തുറക്കാം, വാ തുറക്കാം. സന്തോഷത്തോട് സന്തോഷത്തോട്. ഹല്ലേലൂയ. എല്ലാവരും വാ തുറന്ന് രാജാവിന് നന്ദി അർപ്പിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഭാഗ്യമാണ്. ആമേൻ. ദൈവത്തെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. ക്രിസ്തുവിനെ കണ്ടെത്തുന്നവൻ അവൻ തന്റെ നിത്യ ജീവനെ കണ്ടെത്തുന്നു. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. പ്രിയമുള്ളവരെ, ആരാധിക്കാൻ വിടാതെ ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ അഴിഞ്ഞു വീഴട്ടെ. ഇപ്പോൾ 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 ഹല്ലേലൂയ. കൃപ 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 കൃപ. ദൈവ കൃപ. നന്ദി യേശുവേ. കണ്ണിനീരോട് ഹൃദയം തുറന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നൊന്നായി എണ്ണി എണ്ണി
എല്ലാരും എല്ലാരും മഹത്വം, എന്റെ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നിട, ശുദ്ധീകരിക്കുന്ന ദിവ്യ ശക്തി വ്യാപരിക്കുന്നിട. നന്ദി യേശുവേ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം അന്വേഷിപ്പോനേ. രക്ഷ നേടുവാൻ, സത്യവഴിയോ വാതിലുമായി യേശുരാജൻ പാദം ചുംബിക്കാൻ. സത്യവഴിയോ വാതിലുമായി യേശുരാജൻ പാദം ചുംബിക്കാൻ. നാശിക്കും എന്റെ വെളിച്ചം നാരെ മേടിക്കും ഭക്തന്റെ ആമയം. ഇടയൻ ശേഷം ക്രിസ്തു പൂജ്യമുള്ളോ കൈവിളിച്ചു. ഇടയൻ ശേഷം ക്രിസ്തു പൂജ്യമുള്ളോ കൈവിളിച്ചു. ഇടയൻ ശേഷം ക്രിസ്തു കൈവിളിച്ചു. ഇടയൻ ശേഷം ക്രിസ്തു പൂജ്യമുള്ളോ കൈവിളിച്ചു. പാവനത്തിൽ കൈകൾ ഉയർത്തി കൈകളെ തട്ടി പാവനത്തിൽ ശുദ്ധീകരിക്കണമേ. പരിസരത്തെ ശുദ്ധീകരിക്കണം. വ്യക്തികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ആരും സ്വർഗത്തിലേക്ക് വചനമായി ഇറങ്ങട്ടെ, അനുഗ്രഹമായി ഇറങ്ങട്ടെ, അഭിഷേക തീയായി ഇറങ്ങട്ടെ. എല്ലാവരും 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 വാ തുറന്ന് സ്തുതിച്ചാട്ടെ. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാ തുറന്ന് രാജാവിനെ സ്തുതിച്ചാട്ടെ. അപ്പനെ സ്തുതിച്ചാട്ടെ. നിന്റെ ജീവന്റെ ഉടയവനെ സ്തുതിച്ചാട്ടെ. നിന്റെ ആയുസിന്റെ ഉടമസ്ഥനെ വാ തുറന്ന് സ്തുതിച്ചാട്ടെ. അഗ്നിയാൽ ആരാധനയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങളിൽ എല്ലാവരും നന്ദി ദൈവമേ. നിറച്ചതിനായി നന്ദി. ദൈവം സംസാരിക്കട്ടെ.
ഞങ്ങൾ കേൾക്കുന്നു. യേശുനാമത്തിൽ നല്ല ദൈവം. ആമേൻ. രണ്ട് കൊരിന്ത്യർ 3:17 2 Corinthians chapter 3 verses 17. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. கர்த்தரே ஆவியானவர். கர்த்தருடைய ஆவி எங்கேயோ அங்கே விடுதலை உண்டு. Now the Lord is the Spirit, and where there is the Spirit of Lord is, there is liberty. தெய்வம் ஆத்மாவாகுന്നു. பைபிள் நம்ம படிப்பிக்கின்றது. தெய்வத்தின் ஆத்மாவு உள்ள இடத்து சுவாதந்திரியம் உண்டு, அனுக்கிரகம் உண்டு, உயர்ச்ச உண்டு, சமாதானம் உண்டு, விடுதல் உண்டு, அற்புதம் உண்டு, ரோக சௌக்கியம் உண்டு, நித்திய ஜீவன் உண்டு. பைபிள் நம்ம படிப்பிக்கிறது. நம்முடைய தெய்வம் ராஜாக்கன்மார்க்கெல்லாம் ராஜா. அவர் God, the Bible says, King of all kings. அவன் சர்வ சக்தன். உற்பத்தி 18:14 பிரகாரம், ஜெரமியா 32:17 பிரகாரம், ஜெரமியா 32:27 பிரகாரம், சங்கீதம் 139:17 பிரகாரம் பைபிள் நம்ம படிப்பிக்கிற நம்முடைய தெய்வம் சர்வ வியாபி. 1 யோகன்னான் 3:20 எங்க தெய்வத்தினை எல்லாம் அறியான். அதன் அர்த்தம் அவன் சர்வ ஞானி. வேத புஸ்தகம் நம்ம படிப்பிக்கிற வெளிப்பாடு புஸ்தகம் 4:11 அவன் சர்வத்தையும் நிர்மிச்சார். அவன் நிர்மிக்காதது ஒன்றும் தன்னை பூமியில் இல்லை. He created everything. அவசானம் வேத புஸ்தகம் நம்ம படிப்பிக்கின்றது. எபிரேயர் 7:25 என்ற தெய்வம் சதா ஜீவிச்சிருக்கிறார். சர்வ சக்தன், சர்வ வியாபி, சர்வ ஞானி, சர்வத்தின் நிரம்பிடாது சதா ஜீவிச்சிருக்கின்றவன். அவன் முன்பில் பூத காலம் என்னோ பாவி காலம் என்னோ இல்ல, எல்லாம் வர்த்தமான காலம். ஆமென். அகமே உள்ள மனுஷன் உள்ள அவன் ஆத்மாவு കപടമില്ലാത്തതായിരിക്കണം, നേരുള്ളതായിരിക്കണം. നടപ്പ് നേരെയാകണമെങ്കിൽ നടപ്പിനെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന മനുഷ്യ നിന്റെ ആത്മാവ് നേരുള്ളതായിരിക്കണം. ഒരു മനുഷ്യന്റെ ആത്മാവ് എങ്ങനെ നേരുള്ളതായി മാറും? ഒറ്റ മാർഗമേ ഉള്ളൂ. മടം മാറിയാൽ നടപ്പ് നേരെയാകുകയില്ല. താടി വളർത്തി ഭക്തനെന്ന് വെളിക്കാട്ടിയാൽ നിന്റെ നടപ്പ് നേരെയാവുകയില്ല. തല മൊട്ടയടിച്ചാൽ വസ്ത്രത്തിന്റെ കളർ മാറ്റിയാൽ പേരിൽ 2 അക്ഷരം കൂട്ടിയോ കുറച്ചോ എഴുതി ഗസറ്റിൽ പേര് മാറ്റിയാൽ നിന്റെ നടപ്പ് നേരെയാവുകയില്ല. മനുഷ്യന്റെ നടപ്പ് നേരെയാകണമോ അവന്റെ ആത്മാവ് നേരെയാകണം. അവന്റെ നടപ്പിനെ നിയന്ത്രിക്കുന്ന മനുഷ്യ നിന്റെ ആത്മാവ് നേരെയാകണം. ഒരു മനുഷ്യന്റെ ആത്മാവ് എങ്ങനെ നേരെയാകും? ആത്മാവ് വാസം ചെയ്യുന്ന മനുഷ്യന്റെ ഹൃദയം. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയം നേരെയാകണം.
ഒരു മനുഷ്യന്റെ ഹൃദയം എങ്ങനെ നേരെയാകും? ഒറ്റ മാർഗമേ ഉള്ളൂ. ബൈബിൾ നമ്മെ സ്പഷ്ടമായി പഠിപ്പിക്കുന്നു. ദൈവഭക്തൻ യെസ്രാ ശാസ്ത്രി എഴുതുന്നു സങ്കീർത്തനം 119:11 വചനത്തിലെ, ദൈവമേ അങ്ങയ്ക്ക് വിരോധമായി ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവമേ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവവചനം ഐസയ പ്രവാചകൻ എഴുതുന്നു, അത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. ദൈവവചനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അത് മനുഷ്യന്റെ മതപ്രഭാഷണമല്ല, നിന്റെ ജീവന്റെ തീയാണ്. ദൈവവചനം പ്രിയമുള്ളവരെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടെ വിട്ടുവിടാനുള്ളതല്ല. ദൈവവചനം അപ്പോസ്തലർ 14 നമ്മെ പഠിപ്പിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കാനുള്ളതല്ല സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയം കൊണ്ട് കേൾക്കണം. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് കേട്ട് കർത്താവിന്റെ അഗ്നിയിൻ വചനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യെസ്രാ ശാസ്ത്രി എഴുതുന്നു, ആ വചനം സങ്കീർത്തനം 119:11 എന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങൾ അവിടെ നടക്കും. ഒന്ന്, അത് കത്തിക്കൊണ്ടേയിരിക്കും. ആമേൻ. ഇത് വെറും പ്രസംഗമല്ല, ഇത് കർത്താവിന്റെ അരുളപ്പാടാണ്. ലൂക്കോസ് സുവിശേഷം 24:32 എമ്മാവ് പട്ടണം നോക്കി നടന്നുപോയ ശിഷ്യന്മാരോട് രക്ഷിതാവ് തിരുവെഴുത്ത് അരുളി ചെയ്ത് വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഉള്ള്, ലൂക്കോസ് സുവിശേഷകൻ എഴുതുന്നു, കർത്താവ് വ്യാഖ്യാനിച്ച തിരുവെഴുത്ത് അവർ ഹൃദയം കൊണ്ട് കേട്ടപ്പോൾ ഹൃദയം കത്തി. ലൂക്കോസ് 24:32 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാൻ 15:3 രക്ഷിതാവ് ആദരം തുറന്ന് ഉപദേശം അരുളി ചെയ്തപ്പോൾ കേൾവിക്കാരുടെ ഹൃദയം ദൈവവചനം തീയായി കടന്നുപോയി അവിടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. ആമേൻ. ആകയാൽ ഇത് വെറും പ്രസംഗമല്ല, ഇത് മതപ്രഭാഷണമല്ല. ഗാഡ് ഹിംസെൽഫ് സ്പീക്കിംഗ് ടു യു ത്രൂ എ മാൻ, ദാറ്റ്സ് ആൾ, ത്രൂ ഹിസ് സെർവന്റ്. കർത്താവിന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ അത് ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹൃദയം അടച്ചു വയ്ക്കരുത്. ഹൃദയം തുറക്കുക, ഹൃദയം തുറക്കുക, ഹൃദയം തുറക്കുക. കർത്താവിന്റെ വചനം ഔഷധ തീയായി കടന്നുപോയി. ഈ കൂട്ടായ്മയിൽ ഹൃദയ രോഗ സൗഖ്യത്തിനായി മരുന്ന് കൊണ്ടു തിരിയുന്ന 4 വ്യക്തികളെ, 4 ഹൃദയ രോഗികളെ ദൈവവചനം ഇപ്പോൾ സൗഖ്യമാക്കിയിരിക്കുന്നു. വചനം കൊണ്ടവൻ സൗഖ്യമാക്കുന്നു. വചനം കൊണ്ടവൻ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. വചനത്തിൽ ജീവനുണ്ട്, ജീവനുണ്ട്. ഒരു 8 ആണ്ടുകൾക്ക് മുമ്പ് അമരബിൾ ആലയാങ്കണത്തിൽ ഞാനൊരു ക്രൂസേഡിൽ പ്രസംഗിച്ചു. 2ാം നാൾ മാന്ത്രിക ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു സഹോദരൻ, ഒരു വ്യാപാരിയും ഒരു ബിസിനസ്മാനും ആയ സന്തോഷ് കുമാർ ശത്രുക്കൾ മുഖാന്തരം മാന്ത്രിക ചങ്ങലിൽ പിണിക്കപ്പെട്ട് മരണ ദിവസങ്ങൾ എണ്ണി ആ കൂട്ടത്തിൽ പങ്കെടുത്ത് സ്വർഗത്തിലെ ദൈവം നൽകിയ കൃപയിൽ ഞാൻ വിളിച്ചു പറഞ്ഞ് മാന്ത്രിക ബന്ധനത്തിലായിരിക്കുന്ന, ഗ്രൗണ്ടിലായിരിക്കുന്ന അനേകരെ യേശു തൊടുന്നത് ഞാൻ കാണുന്നു. സന്തോഷ് കുമാർ ദൈവം തൊട്ട്
ആമേ. സന്തോഷ് കുമാർ വിചാരിച്ച് എന്നെ ആരോ തൊടുന്നു എന്ന് തിരിഞ്ഞു നോക്കി. മനുഷ്യരായി ആരും തൊടുന്നില്ല. കണ്ണുകളടച്ച് വീണ്ടും പ്രാർത്ഥിച്ചു. ഇതാ യേശു തൊടുന്ന് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന അന്ധകാര ചങ്ങലകൾ പൊട്ടുന്നത് ഞാൻ കാണുന്നു. യേശു തൊട്ട് മാന്ത്രിക മുഖാന്തരം തന്റെ സ്ഥാപനം അടച്ചു മൂടി രോഗം പിടിച്ച് മരണത്തിന് വിധിക്കപ്പെട്ട അവസ്ഥയിലെത്തിയ സന്തോഷ് കുമാർ ദൈവം തൊട്ടപ്പോൾ സമ്പൂർണ്ണ വിടുതൽ ദൈവം നൽകി. അടച്ചു കിടന്ന തന്റെ സ്ഥാപനം ദൈവം തുറന്നു പ്രവർത്തിക്കാൻ കൃപ നൽകി. ഇയാൾക്കെതിരായി മാന്ത്രികം ചെയ്ത വ്യക്തി അവസാനം നാടുവിടേണ്ടി വന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ജീവനുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 119:25 പ്രകാരം സങ്കീർത്തനം 119 50 വചനത്തിൻ പ്രകാരം ആവർത്തന പുസ്തകം 8 അധ്യായം 3 വചനത്തിൻ പ്രകാരം 1 യോഹന്നാൻ 1 അധ്യായം 1 വചനത്തിൻ പ്രകാരം ലൂക്കോസ് സുവിശേഷം 4 അധ്യായം 4 വചനത്തിൻ പ്രകാരം മത്തായി സുവിശേഷം 4 അധ്യായം 4 വചനത്തിൻ പ്രകാരം എബ്രായർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 12 വചനത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനത്തിൽ ജീവനുണ്ട്. ആ ജീവന്റെ വചനം പ്രിയമുള്ളവരെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ചെവി കൊണ്ട് കേൾക്കല്ലേ. ചെവി കൊണ്ട് നീ കേൾക്കരുത്. ഇത് സൗജന്യമായി കിട്ടുന്നത് കൊണ്ട് വില കുറഞ്ഞതല്ല, വില ഉള്ളതാണ്. വില ഉള്ളതാണ്. ഹൃദയം തുറക്കുക. ലുദിയ തുറന്നതുപോൽ നിന്റെ ഹൃദയം തുറന്ന് ദൈവവചനമെന്നുള്ള ജീവൻ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ഒന്ന്, ഹൃദയത്തെ ശുദ്ധീകരിക്കും. നിന്റെ ഹൃദയം വിശ്വാസത്തിൽ കത്തിക്കൊണ്ടേയിരിക്കും, അണഞ്ഞുപോവുകയില്ല. അവസാനം സംഭവിക്കുന്നത് നിന്റെ ഹൃദയം നേരെയാകും. സടിസവാക്യം 23-26 നമ്മുടെ രക്ഷിതാവിന്റെ ഏക ഡിമാൻഡ്, മകനെ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക. പേക്ക് കൊടുത്ത ഹൃദയം ദൈവത്തിന് കൊടുക്കുക. വിഗ്രഹത്തിന് കൊടുത്തിരിക്കുന്ന ഹൃദയം യേശുവിന് കൊടുക്കുക. സിനിമയ്ക്കും കളിയാട്ടത്തിനും കൊടുത്തിരിക്കുന്ന ഹൃദയം ഇന്ന് ഒളിഞ്ഞെടുത്ത് നിന്നെ രക്ഷിച്ചവന് കൊടുക്കുക. എന്റെ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. നേരുള്ളവൻ നിന്റെ ഉള്ളിൽ വന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാകും. ആകയാൽ നിന്റെ ഹൃദയം അടച്ചു വയ്ക്കരുത്. എന്റെ മകനെ എന്റെ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക. ഹൃദയം നേരെയായാൽ ഹൃദയത്തിൽ വാസം ചെയ്യുന്ന മനുഷ്യ നിന്റെ ആത്മാവ് നേരെയാകും. ഒരുത്തന്റെ ആത്മാവ് നേരെയായാൽ അവന്റെ നടപ്പ് നേരെയാകും. ഒരുത്തന്റെ നടപ്പ് നേരെയായാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ആ വ്യക്തി നേരെയാകും. ഒരു വ്യക്തി നേരെയായാൽ ആ വ്യക്തി നയിക്കുന്ന കുടുംബം നേരെയാകും. കുടുംബം നേരെയായാൽ ആ ദേശം നേരെയാകും. ദേശം നേരെയായാൽ നമ്മുടെ ഭാരതദേശം നേരെയാകും. ഒരു ദേശം നേരെയാകുമ്പോൾ ഈ ലോകം നേരെയാകും. ആമേൻ. ഹല്ലേലൂയ. 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 മടി കൂടാതെ ഇത് ഒരു ഭാഗ്യമായി കരുതി സ്വർഗത്തിന്റെ ഭാഷയായ ഹല്ലേലൂയ എല്ലാവരും വാ തുറന്ന് ഉപയോഗിച്ച്
സൈത്താന്റെ വേരുകൾ അറുത്ത് കളഞ്ഞ ഹല്ലേലൂയ ശബ്ദം. വാ തുറക്കുമോ? വാ തുറക്കുമോ? വാ തുറക്കുമോ? വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുമോ? ഇപ്പോഴും അനേകരുടെ ഹൃദയം പൂട്ടിയിട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ലോക്ക്ഡ്. ഇറ്റ് ഈസ് ലോക്ക്ഡ്. അനേകരുടെ ഹൃദയം പൂട്ടിയിട്ടിരിക്കുന്നു. സൈത്താനെ ഉള്ളിലാക്കി പൂട്ടിയിട്ടിരിക്കുന്നു. സമ്പ്രദായങ്ങളെ ഉള്ളിലാക്കി ഹൃദയങ്ങളെ പൂട്ടി വെച്ചിരിക്കുന്നു. ഹൃദയങ്ങളെ തിറക്കുക. ഹൃദയങ്ങളെ തിറക്കുക. യേശുവേ, എന്റെ ഉള്ളിൽ വരണമേ. വചനം എന്നുള്ള തീ നിന്റെ ഹൃദയത്തെ തിറക്കട്ടെ. ഹൃദയത്തെ തിറക്കട്ടെ. ഫിലോമിന, ഹൃദയത്തെ അടച്ചു വയ്ക്കരുത് സിസ്റ്റർ. ഹൃദയത്തെ തിറക്കുക. തിറക്കുക. ഹൃദയത്തെ തിറക്കുക. രത്നാകരൻ, മിസ്റ്റർ രത്നാകരൻ, നിങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന ഹൃദയത്തെ കർത്താവിന് തുറന്നു കൊടുക്കുക. ആരാണി ഡേവിഡ്? രോഗിയായ ഡേവിഡ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദത്തിന് ഹൃദയം അടച്ചിടരുത്. ഹൃദയം തുറക്കുക. എല്ലാരും 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 വാ തുറക്കുക. അതേപോലെ ഹൃദയം തുറന്ന് യേശുവേ നിലവിളിച്ചാട്ടെ. നിലവിളിച്ചാട്ടെ. യേശുവേ, എന്റെ ഹൃദയത്തിൽ വരണമേ. യേശു നിന്റെ ഹൃദയത്തിൽ വാഴുമ്പോൾ ഒരു മാന്ത്രികമും അടുക്കുകയില്ല. ഒരു ദുഷ്ടന് നിന്നെ അടുക്കുകയില്ല. ഒരു അനർത്ഥമും നിനക്ക് ഭവിക്കുകയില്ല. ഒരു നാശമും വരികയില്ല. എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് എഴുന്നേറ്റ് നിന്നോ. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയോ, അല്ലാത്തവർക്ക് ഇരുന്നോ. ഏത് പൊസിഷനിലെങ്കിലും നിലവിളിക്കുക. യേശുവേ, യേശുവേ, എന്റെ ഉള്ളിൽ വരണമേ. ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ആദ്യ കാര്യം ആദ്യം. ആദ്യ കാര്യം ആദ്യം. യേശുവിനെ രണ്ടാമനാക്കിക്കൊണ്ട് നീ എത്ര ആഞ്ഞു പിടിച്ചാലും കാര്യം ഒന്നും സംഭവിക്കുകയില്ല. ആകയാൽ ജീവിതം വിട്ടുകൊടുക്കുക. ജീവിതം വിട്ടുകൊടുക്കുക. അനുഗ്രഹം, പൗടികം, ജഡികം പുറകിൽ ഓടുന്ന വ്യക്തി അത് നിർത്തിക്കൊണ്ട് യേശുവിന്റെ പുറകിൽ നീ ഓടിയാൽ നീ ആഗ്രഹിച്ച മറ്റു കാര്യങ്ങളൊക്കെയും നിന്റെ പുറകിൽ നിനക്ക് വരും. നന്ദി, 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 നന്ദി. യേശുവേ, രക്ഷിതാവേ, വാ തുറക്കുക. യേശുവേ, രക്ഷിതാവേ, എന്റെ ഹൃദയം തുറന്നു തരുന്നു. എന്റെ ഹൃദയം അങ്ങേക്ക് തുറന്നു തരുന്നു. ആമേൻ. പേ ഓടുന്നതാ. പേ ഓടുന്നതാ. അനേകർ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച പേ ഓടുന്നു. അഹങ്കാരം ഓടുന്നു. ആരും കണ്ണുകൾ തുറക്കരുത്. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന്. ആമേൻ, 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 ആമേൻ. ചിലര് നിയന്ത്രിച്ച് ജഡികം ചാകുന്നു. ജഡം പൊട്ടുന്നു. അഹങ്കാരം മാറിപ്പോകുന്നു. ജീവിതത്തെ നിയന്ത്രിച്ചു കൊടുന്ന പഴയ ഓടുന്നു. യേശുവിൻ നാമത്തിൽ. God set you free. 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 T 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 വിടുതലിൻ കരം നിന്റെ മേൽ. അഗ്നി ഇറങ്ങുന്നടാ. അഗ്നി ഇറങ്ങുന്നടാ. അഗ്നി ഇറങ്ങുന്നടാ. അഭിഷേക തീ ഇറങ്ങുന്നടാ. ഹല്ലേലൂയ. സാത്താന് വേണ്ടി വിധിക്കപ്പെട്ട ചില വ്യക്തികളെ കർത്താവ് തൊട്ട് ശുദ്ധീകരിച്ച് തന്റെ രാജ്യത്തിലേക്ക്. ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ അത്ഭുതം. അഗ്നിമഴയായി, അഗ്നിമഴയായി, അഗ്നിമഴയായി നിങ്ങളുടെ മേൽ
നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മേൽ. നന്ദി, 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 നന്ദി. പാപമൃത്യു ശാപ ഘോരവിടയാൽ മനമുരുകു മധ്യ ചെയ്യിടാൽ. പാപമൃത്യു ശാപ ഘോരവിടയാൽ മനമുരുകു മധ്യ ചെയ്യിടാൽ. അധ്വാനിക്കുന്നു ഭാരം വാങ്ങിപ്പോ യേശുവിന്റെ പാടെ ചേരുക. അധ്വാനിക്കുന്നു ഭാരം വാങ്ങിപ്പോ യേശുവിന്റെ പാടെ ചേരുക. ഞാൻ ആശയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും, കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കൈപിടിച്ചു നയിക്കുന്നെന്നെ. 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 ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു. പവർ, 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 പവർ. സ്വർഗത്തിലെ ശക്തി നിങ്ങളുടെ മേൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കാം. തങ്ങളുടെ കുഞ്ഞുങ്ങളെ PSC ടെസ്റ്റ് എഴുതാൻ വിട്ടിട്ട് വന്നിരിക്കുന്ന മാതാപിതാക്കൾ എഴുന്നേൽക്കുക. ഇരിക്കുന്നവരുടെ കരം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരുടെ നേർ കരം നീട്ടിക്കൊള്ളുക. റഗാല ദന്തനദബ ലഞ്ചന ശഗാല ദന്തനദബ റഷാല ദന്തനദബ ലജബ ശഗാല ദന്തനദബ. സ്വർഗത്തിന്റെ കനിവ്, സ്വർഗത്തിന്റെ കാരുണ്യം, സ്വർഗത്തിന്റെ കൃപ, സ്വർഗത്തിന്റെ സഹായം ഈ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ഹാളിൽ പ്രവേശിക്കട്ടെ, പ്രവേശിക്കട്ടെ. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്തിൽ പ്രവേശിക്കട്ടെ. തീമതിലായി, തീമതിലായി രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ ദൈവമേ ഒരു അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കാം. ദൈവം ആത്മാവാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളയിടത്ത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ആദ്യം നാം ധ്യാനിച്ചത് മനുഷ്യന്റെ ആത്മാവ്. മനുഷ്യ, നിന്റെ ആത്മാവ് നേരെയായാൽ നിന്റെ നടപ്പ് നേരെയാകും. നിന്റെ നടപ്പ് നേരെയായാൽ നിന്റെ ഹൃദയം നേരെയാകും. നിന്റെ ഹൃദയം നേരെയായാൽ നീ നേരെയാകും. ആമേൻ. ആകെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ നേരെയാക്കുന്നത് മതമല്ല, മർമ്മമാണ്. ആ മർമ്മം വേറെ ആരുമല്ല. കൊലോസ്യർ 4:3 നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തു തന്നെ.
It is Christ himself to set you free. രണ്ടാമത് നാം ധ്യാനിക്കുവാൻ പോകുന്നത് ലോകത്തിന്റെ ആത്മാവ്. What do you mean by the spirit of this world? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1:1 நல்ல ஒரு வசனமோடு രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. Before creation of mankind, മനുഷ്യനെ നിർമ്മിക്കും മുമ്പ് കോടാനുകോടി ഒരു കമ്പ്യൂട്ടർക്കും ഗണിക്കുവാൻ പറ്റാത്ത ആദിയിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സ്വർഗങ്ങളെ സൃഷ്ടിച്ചവൻ എന്റെ ദൈവം. ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, മൂന്നാം സ്വർഗം. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സ്വർഗങ്ങളെ സൃഷ്ടിച്ചവൻ തന്റെ ഒരു കൂട്ടായ്മയ്ക്കായി സൗന്ദര്യത്തിൽ സമ്പൂർണനും ജ്ഞാനത്തിൽ സമ്പൂർണരുമായ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. ഇன்യൂമറബിൾ ഏഞ്ചൽസ് എണ്ണാൻ പറ്റത്തില്ല, കണക്കിലടങ്ങാ ദൂതന്മാർ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 22-ാം വചനം നമ്മ പഠിപ്പിക്കുന്നു. കണക്കിലടങ്ങ 1000-10,000 ദൈവദൂതന്മാർ. എന്തിനായി? ദൈവത്തെ സ്തുതിപ്പാൻ. ഐസയ 6:3 നമ്മ പഠിപ്പിക്കുന്ന ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന്, വീണ്ടും പരിശുദ്ധൻ എന്ന്. യഹോവ പരിശുദ്ധൻ, ക്രിസ്തു യേശു പരിശുദ്ധൻ, പരിശുദ്ധാത്മാവാം പരിശുദ്ധൻ എന്ന് പരിശുദ്ധൻ 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 എന്ന് പതുക്കെ സ്തുതിക്കാനല്ല, ആർത്ത് സ്തുതിക്കുവാൻ. ഐസയ 6-ാം അധ്യായം 3-ാം വചനം അങ്ങനെയാണ് നമ്മ പഠിപ്പിക്കുന്നത്. ആർത്ത് സ്തുതിച്ചപ്പോൾ വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ദൈവ മന്ദിരത്തിന്റെ ഉമ്മറുപടികൾ കുലുങ്ങി. അതിശക്തിയോട് അതിബലത്തോട് ദൈവദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് സ്തുതിച്ചപ്പോൾ ദൈവ മന്ദിരത്തിന്റെ ഉമ്മറുപടികൾ കുലുങ്ങി. ഇത് ദൂതന്മാരുടെ ആദ്യ ഡ്യൂട്ടി. രണ്ടാമത്തെ ഡ്യൂട്ടി വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 103:20 യഹോവയാം ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അവൻ കൽപ്പിക്കുന്നത് അതുപോലെ കേട്ട് അപ്രകാരം അനുസരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. ഈ കണക്കിലടങ്ങാ ദൂതന്മാരിൽ ഒരു സെക്ഷൻ ദൂതന്മാർ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഐസയ 14-ാം അധ്യായം 2-ാം വചനത്തിൽ, ഐസയ 14-ാം അധ്യായം 12-ാം വചനത്തിൽ, ജെരേമിയ 4-ാം അധ്യായത്തിൽ, യെസെക്കിയേൽ 28-ാം അധ്യായം 12-ാം വചനത്തിൽ, യെസെക്കിയേൽ 28-ാം അധ്യായം 17-ാം വചനത്തിൽ ലൂസിഫർ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദൈവം പുറപ്പെടുവിക്കേണ്ട അരുളപ്പാട് കേട്ട് അതുപോലെ അനുസരിക്കുവാൻ നിർമ്മിക്കപ്പെട്ട ദൂതന്മാരിൽ ഒരു ഘടകം ലൂസിഫർ സ്വർഗത്തിലിരുന്ന് ഐസയ 14-12-ാം വചനത്തിൽ, യെസെക്കിയേൽ 28-ാം അധ്യായം 17-ാം വചനത്തിൽ വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഹൃദയത്തിൽ ഗർവിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ഗർവിച്ച ദൂതന്മാര് സ്വർഗത്തിലേക്ക് യെസെക്കിയേൽ 28:17 നമ്മ പഠിപ്പിക്കുന്ന തള്ളിയിട്ട്. ആമേൻ. സദാ സ്തുതിക്കേണ്ടവൻ, സദാ ദൈവത്തെ ആർപ്പിടേണ്ടവൻ ഹൃദയത്തിൽ അഹങ്കരിച്ചപ്പോൾ ദൈവം വിധിച്ച് ഭൂമിയിലേക്ക് വീണ് അവനാണ്. ദൈവത്തിന്റെ വിധിയിൻ പ്രകാരം വീണ ദൈവദൂതനാണ് സാത്താൻ. ആമേൻ. എവിടെ ഒരു വിഗ്രഹമുണ്ടോ അതിന്റെ പുറകിൽ ഇന്നും പ്രവർത്തിക്കുന്നവൻ അവനാണ്. എവിടെ ഒരു അസ്തരേഖക്കാരനുണ്ടോ, ഒരു മന്ത്രവാദി ഉണ്ടോ, എവിടെ യേശുവിന് 2-ാം സ്ഥാനം കൊടുത്ത് പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെ പ്രവർത്തിക്കുന്നവൻ ലോകത്തിന്റെ ആത്മാവ് എന്നുള്ള സാത്താനാണ്.
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവനോട് ദൈവമക്കൾക്കുള്ള ബന്ധമെന്താണ്? യാക്കോബ് ലേഖനം 4-ാം അധ്യായം 7-8 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇവനോട് കൂട്ടായ്മ കൊള്ളാനല്ല, ദൈവ പൈതലേ, ഇവനോട് എതിർത്ത് നിൽക്കുക. എതിർത്ത് നിന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഇവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ദൈവ പൈതൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, സാത്താനോട് എതിർക്കും മുമ്പ് ചെയ്യേണ്ട ഒരു മർമ്മം ഇവിടെ ഉണ്ട്. ദൈവത്തിന് കീഴടങ്ങുക. ദൈവത്തിന് കീഴടങ്ങിയവൻ പാപം ചെയ്യുകയില്ല. ദൈവത്തിന് കീഴടങ്ങിയവന് പ്രസ്ഥാനമല്ല വലുത്, ദൈവമാണ് വലുത്. ദൈവത്തിന് കീഴടങ്ങിയവൻ ദൈവമാണ് അവന് എല്ലാം ആദ്യ സ്ഥാനം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങിയവൻ മലയും പർവ്വതവും ഇടിഞ്ഞ് അവനെ തലയെ ലാക്കാക്കി വരട്ടെ, അവൻ ദൈവ വചനത്തിൽ തന്നെ നിലനിൽക്കും. അങ്ങനെ ദൈവത്തിന് കീഴടങ്ങി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, സാത്താനോട് ദൈവ പൈതലേ, നീ എതിർത്ത് നിന്നാൽ സാത്താൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഓടിയ സാത്താന് നിന്റെ പ്രവർത്തന മുഖാന്തിരം, നിന്റെ ചിന്ത മുഖാന്തിരം, നിന്റെ ഇടപാട് മുഖാന്തിരം, നിന്റെ മനസ്സിലെ വിചാര മുഖാന്തിരം, നിന്റെ ജീവിത മുഖാന്തിരം വീണ്ടും അകത്ത് കയറ്റിക്കളയരുത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന എഫേസ്യർ 4-ാം അധ്യായം 27-ാം വചനത്തില്, സാത്താന് നിന്റെ ജീവിതത്തിൽ ദൈവ പൈതല് നീ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി ഇറങ്ങുന്നത്, അഭിഷേക തീ ഇറങ്ങുന്നത്, സ്വർഗം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ഫോർ യു, ഫോർ യു, ഫോർ യു, ഫോർ യു, ഫോർ യു, ഫോർ യു. ആമേൻ, ആമേൻ. വളരാൻ വിടാതെ, ഉയരാൻ വിടാതെ, ഉയർച്ച പ്രാപിക്കാൻ വിടാതെ, ആരോഗ്യത്തോട് ജീവിക്കാൻ വിടാതെ ചിലര് പറ്റി പിടിച്ചിരിക്കുന്ന മാന്ത്രിക അമ്പ് ഞാൻ കാണുന്നു. എന്നും രോഗമാണ് ചിലർക്ക്, ചിലർക്ക് എന്നും പ്രയാസമാണ്. നിങ്ങളെ പറ്റി പിടിച്ചിരിക്കുന്ന മാന്ത്രിക കയറുകൾ പൊട്ടുന്ന നാളാണ്. നിങ്ങളെ ലാക്കാക്കി വിടപ്പെടുന്ന അമ്പ് വീര്യം കെട്ടുപോകുന്ന നാളാണ് ഇന്ന്. ചിലരുടെ ഉള്ളു കേറി വാളുന്ന പേയ്കൾ വിളിച്ചു ഓടുന്ന നാളാണ് ഇന്ന്. എന്റെ യേശു സഹായിക്കുന്നു. എന്റെ യേശുവിന്റെ കരം നിങ്ങൾ ഇറങ്ങുന്നു. 6 പ്രാവശ്യം വിദേശത്തിൽ പോകുവാൻ കൈക്ക് വന്നത് വായ്ക്ക് വരാതെ ദുഷ്ടൻ തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ലോക്കാക്കി വിടപ്പെട്ട മാന്ത്രിക അമ്പ് പൊട്ടി ഈ ആണ്ടിൽ തന്നെ ദൈവം ഇത് അത്ഭുതം ചെയ്യുന്നു. റഗ്ഗാല ചികിത്സയ്ക്ക് മേൽ ചികിത്സ, ഡോക്ടർക്ക് മേൽ ഡോക്ടർ. പോകാത്ത ആസ്പത്രികളില്ല, ചെന്ന് മുട്ടുകുത്താത്ത പ്രാർത്ഥനാലയങ്ങളില്ല. മക്കൾ ഇല്ലായ്മ മുഖാന്തരം ഹൃദയവും ജീവിതവും തകർന്ന് എന്നാർ സഹായിക്കും, എന്നാർ സഹായിക്കും? ചിലരുടെ ഗർഭത്തെ അടച്ചിരിക്കുന്ന മാന്ത്രികത്തിന്റെ കയറ് ഇപ്പോൾ പൊട്ടുന്നുടാ, ഇപ്പോൾ പൊട്ടുന്നുടാ, ഇപ്പോൾ പൊട്ടുന്നുടാ. ദൈവ വേലയ്ക്ക് തന്നെ അടുത്ത ഒരു തലമുറയെ അഗ്നി മഴയായി ഇറങ്ങുന്നു, അഗ്നി മഴയായി ഇറങ്ങുന്നു, അഗ്നി മഴയായി ഇറങ്ങുന്നു. 2 കുടുംബങ്ങൾ അടുത്ത തലമുറയിൽ മക്കളില്ല മുഖാന്തരം അവർ
വിദേശത്തിൽ ദൂരെ ഇരിക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എത്തിയിരിക്കുന്ന 2 വ്യക്തികളുടെ പ്രാർത്ഥന ദൈവം മാനിക്കുന്ന കർത്താവിന്റെ അഭിഷേക തീ ആ രാജ്യത്തിൽ, ആ പട്ടണത്തിൽ കടന്നുപോയി 2 കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന. ഇന്നു മുതൽ മക്കളില്ലാത്തവർക്കൊന്ന് എഴുന്നേൽക്കാമോ? വേഗം വേഗം വേഗം. സ്വർഗം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. സ്വർഗം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. സ്വർഗം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. കർത്താവിന്റെ അത്ഭുത കരം നിങ്ങളെ തൊടുന്നിടാം. ട്വിസ്റ്റ് ചെയ്യേണ്ട ഗ്ലാൻഡുകളെ തൊടുന്നു. ട്വിസ്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ കർത്താവ് തൊട്ട് ട്വിസ്റ്റ് ചെയ്യുന്നു. ഓപ്പറേഷൻ നടത്തുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം തീയായി 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 യേശുവേ, ഇന്നത് എന്നൊരു നിശ്ചയമില്ല. ജീവിതം തകർന്ന അവസ്ഥയിലാണ്. മുമ്പിലേക്ക് ഒരു കാല് പതിക്കുമ്പോൾ പോകുന്നത് പുറകോട്ടാണ്. യേശപ്പ, ആരും കണ്ണുകൾ തുറന്ന് കാഴ്ചനാക്കി ഇരിക്കരുത്. ദൈവം വിടത്തില്ല. കണ്ണുകൾ തുറന്ന് വെറുതെ അലസതയോട് ആരും ഇരിക്കരുത്. കൈകളെ ഉയർത്തി കൈകളെ തട്ടുക. ആമേൻ. ഇന്ന് ഒരു വിടുതലിൻ ദിവസമാണ്. മാന്ത്രിക അന്ധകാര ചങ്ങലകൾ പൊട്ടി വീഴുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിലെ സ്വർഗം താണിറങ്ങി വരട്ടെ. സ്വർഗത്തിലെ അനുഗ്രഹത്തിന്റെ കരം താണിറങ്ങി വരട്ടെ. ഇപ്പോൾ 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 ഇനി പാപം ചെയ്യരുത്. ഇനി കൂട്ടായ്മയിൽ വിശ്വസ്തയോടിരിക്കും. ഇനി യേശു മാത്രം മതി. ഇനി ഞാൻ അഹങ്കരിക്കുകയില്ല. വചനമാണ് എന്റെ ജീവിതം എന്നുള്ള ഉടമ്പടി എടുത്തുകൊള്ളുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം ഇറങ്ങി നിന്നെ ബന്ധിച്ചിരിക്കുന്ന മാന്ത്രിക ചങ്ങലകളെ ചുട്ടരിക്കുന്നവൻ, ചുട്ടരിക്കുന്നവൻ, ചുട്ടരിക്കുന്ന തീ, ചുട്ടരിക്കുന്ന തീ, ചുട്ടരിക്കുന്ന തീ, തീ 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 തീ. അഗ്നി ഇറങ്ങുന്നത്, അഗ്നി ഇറങ്ങുന്നത്, അഗ്നി ഇറങ്ങുന്നത്, അഗ്നി ഇറങ്ങുന്നത്, അഗ്നി ഇറങ്ങുന്നത്. ഉയരത്തിലെ തീ ഇറങ്ങുന്നത്, ഉയരത്തിലെ അഭിഷേക തീ ഇറങ്ങുന്നത്. ആമേൻ. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ, വൈരിയുടെ എതിർപ്പുകൾ ഫലി. ജയം 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 ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് ഈട ജനം രക്തം കൊണ്ട് മുദ്ര ഇടപ്പെട്ട ജനം ഒന്നിച്ചു കാകളങ്ങൾ പൂടലം വിറയ്ക്കുമേ. കാകളങ്ങൾ കൂടിയിടുമ്പോൾ മേ ജയം ജയം ലൂയ, ജയം പോഴോ ജയം ഹല്ലേലൂയ, ജയം ജയം യേശുരാജൻ, ജയം ജയം യേശുരാജൻ ടീനു ജയം. എല്ലാവരും കൈകളെ ഉയർത്തി ജയം 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 എപ്പോഴും ജയം ഹല്ലേലൂയ, ജയം ജയം
യേശുരാജ നാമത്തിനു ജയം ജയം എപ്പോഴോ യേശുരാജൻ ീനു ജയം എപ്പോഴോ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു കാകളങ്ങൾ ഊണ്ടിടുമ്പോ പൂതളം വിറയ്ക്കുമേ കാകളങ്ങൾ ഊണ്ടിടുമ്പോ പൂതളം വിറയ്ക്കുമേ ജയം ഹല്ലേ ജയം എപ്പോഴും ജയം ജയം അഗ്നി 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 സാത്താൻ വിട്ട് ഓടുന്നു. Yes, it is fleeing. സാത്താൻ വിട്ട് ഓടുന്നു. ചിലരെ പിടിച്ച് ബന്ധിച്ച് വച്ചിരുന്ന് ചില ഹൃദയങ്ങൾ അടക്കി വച്ചിരുന്ന സാത്താൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ട് ഓടുന്നടാ, വിട്ട് ഓടുന്നടാ. You are saved. You are saved. You are set free. God set you free. God sets you free now. God sets you free now. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ 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 വിട്ടുവിക്കുന്നിടാ, വിട്ടുവിക്കുന്നിടാ. ഇനി പോയി വീണ് കൊടുക്കരുത്. ആത്മാവിൽ നിറയുക, അഗ്നിയിൽ നിറയുക. നിങ്ങൾ ആരും കൺട്രോൾ ചെയ്യുന്നില്ല. ദൈവാത്മാവ് കൺട്രോൾ ചെയ്യട്ടെ. ആത്മ നിറവിൽ, ആത്മ നിറവിൽ, ആത്മ നിറവിൽ, അഗ്നി നിറവിൽ. ഹല്ലേലൂയ. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. യേശു നൽകുന്ന സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. യേശു നൽകുന്ന സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, നന്ദി. തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുമ്പിലാ തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ നായകന ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ഹല്ലേലൂയ ജയം എപ്പോഴും യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുരാജൻ യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും